ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരു മിക്സ്ഡ് വ്ളോഗാണ്. പെട്ടെന്നുള്ളൊരു മോർണിംഗ് റഷ്, കുറച്ച് ടെൻഷന്, പിന്നെ കാം ഹോം മേക്കിങ്ങും ഒരു പീസ്ഫുൾ ഈവനിങ്ങും. ചില ഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും ആവില്ല. ബട്ട് സ്റ്റിൽ നമ്മളെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന കുറച്ച് ചെറിയ ചെറിയ മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? If you are new here, don't forget to like, share and subscribe. It really means a lot. നല്ല കാമായിട്ടുള്ള മോർണിംഗ് വ്യൂ അല്ലേ? ആക്ച്വലി മോൻ ഇന്നലെ നൈറ്റ് ഒന്ന് വീണ് ചെറുതായിട്ട് പല്ലൊക്കെ പൊട്ടി. അപ്പോൾ ഇന്നലെ നൈറ്റ് തന്നെ നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു, പല്ലെടുക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാനുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്നാണ് കഴിച്ചത്. ഡ്രൈവിംഗ് ക്ലാസ് ക്യാൻസലാക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ, പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ക്യാൻസലാക്കിയാൽ അന്നത്തെ പേയ്മെൻറ്റ് പോവും. പിന്നെ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ വേറെ പേയ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാൻ ക്യാൻസലാക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ നേരത്തെ എണീറ്റ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി. എന്നിട്ട് നേരെ ക്ലിനിക്കിൽ പോയി പല്ലൊക്കെ എടുത്ത് തിരിച്ച് റൂമിലേക്ക് വരികയാണ്. ആസ് എ മോം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പം എപ്പോഴും സ്കെയറിയാണ്, ഈവൻ ഇഫ് ഇറ്റ്സ് സ്മോൾ. ബട്ട് ഞാൻ എൻ്റെ ടെൻഷനൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. അവനും കൂടെ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് ഷുവർ ഹി ഈസ് ഓക്കെ. എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴത്തേക്ക് നല്ല ടയേർഡായിരുന്നു. ബട്ട് താങ്ക്ഫുൾ ദാറ്റ് എവറിത്തിങ് വെൻ ഫൈൻ. ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ചെറിയ അൺഎക്സ്പെക്റ്റഡ് മൂമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ വിചാരിക്കും പാരൻറ്റിങ് എത്ര അൺപ്രഡിക്റ്റബിൾ ആണെന്ന്. ഒരു മിനിറ്റ് കാമാണെങ്കിൽ നെക്സ്റ്റ് മിനിറ്റ് ഓട്ടം അല്ലേ? റൂമിലെത്തി ഫ്രഷായി കുറച്ച് നല്ലോണം റെസ്റ്റൊക്കെ എടുത്തിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇനി ഒരു 20 ഡേയ്സിനേക്ക് സ്പൈസി ആയിട്ടുള്ള ഒന്നും കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ ഫുഡും കഴിക്കാൻ പറ്റും, പക്ഷേ സ്പൈസി ആയിട്ടുള്ളത് കൊടുക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കഴിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് സ്പൈസി ആയിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, എപ്പോഴും ഇപ്പം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആദ്യം തന്നെ ഫ്രൈ പാനിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് ഉള്ളി ഇടുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുളിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഫിഷും ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. കുറേ ആയി ആക്കി നോക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും മത്തി മോൻ അധികം കഴിക്കില്ല, ഭയങ്കര മുള്ളുള്ള ഫിഷ് ആയതുകൊണ്ട് തന്നെ അവനധികം കഴിക്കില്ല. ഞാനിങ്ങനെ കുറച്ചിങ്ങനെ എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതന്നെ എന്നാക്കാം, ബാക്കിയുള്ളത് നമുക്ക് രാത്രിയും കൂടെ കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ചില ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുമ്പം ഞാൻ എക്സാക്ട്ലി വീഡിയോ നോക്കിയിട്ട് അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒന്നല്ല ഉണ്ടാക്കാറുള്ളത്. ജസ്റ്റ് മെത്തേഡ് സെയിം ആയിരിക്കും, പക്ഷേ ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഞാൻ ഇന്ന് വീഡിയോ നോക്കിയിട്ടൊന്നല്ല ഉണ്ടാക്കിയത്, എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ ചില ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ചിട്ടിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് ഞാൻ ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് പുളി വെള്ളവും ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ടൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ബ്രോക്കലി ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. എരിവൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പേരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് സോൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ട്. ചില ടൈമിൽ ടെൻസ്ഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ മൈൽഡായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പം ഒരു പീസ്ഫുൾ ഫീലാണ്. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു നമ്മളൊരു നോർമൽ ഡേ ചേഞ്ച് ആവുന്നത്. മോർണിംഗ് ഭയങ്കര റഷിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇതാ ഞാനിവിടെ എൻ്റെ യൂഷ്വൽ റുട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ലൈഫ് അല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും തിരിച്ച് വീട്ടിലെത്തിയാൽ എല്ലാം സ്ലോലി സെറ്റിലാവുന്ന പോലെ ഒരു ഫീലാണ്. സത്യം പറഞ്ഞാൽ ഒരു ഡേ ഫുള്ള് ഓട്ടമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളെ സ്ഥലത്തെത്തുമ്പം ശരിക്കും പീസ്ഫുള്ളും സ്റ്റേബിളും ആവും. ചില ടൈമിൽ റെസ്റ്റ് എടുക്കുന്നതിനെക്കാട്ടും പീസ് കിട്ടുക എന്തെങ്കിലും ചെറിയ ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ വീട്ടിലെത്തിയെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ മത്തി ഒരു സൈഡിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് കുക്കായി ഡ്രെയിൻ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സിമ്പിളായിട്ടുള്ള ബ്രോക്കലി ഉപ്പേരിയോ റെഡിയാക്കി എടുക്കണം. ഭയങ്കര സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ബട്ടറിൽ കുറച്ച് ഉള്ളിയും സോൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക.
സ്പൈസി ഫുഡൊന്നും പറ്റാത്തതുകൊണ്ട് മാത്രമല്ല, ബ്രോക്കലി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അധികം സ്പൈസസും കാര്യങ്ങളൊന്നും ഇടാതെ ജസ്റ്റ് അതിൻ്റെ ഒരു റോ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ലതെന്നാണ്. പിന്നെ കൂടെ തന്നെ ഞാൻ മോരുകറിയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. മോരുകറി എപ്പോഴും കംഫർട്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇങ്ങനത്തെ ഡേയ്സിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സാണ് മോരുകറി. സിമ്പിൾ, സൂത്തിങ്, പിന്നെ ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. കൂടുതൽ സ്പൈസി ഒന്നുമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡ് റെഡി ആയാൽ തന്നെ ഒരു മീൽ റെഡിയായി എന്നുള്ള സമാധാനം മാത്രമല്ല, എൻ്റെ ഒരു ഹോൾ ഡേ ലൈറ്ററായ പോലൊരു ഫീലാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു, ഡിഷൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഓർഗനൈസിങ് ഒക്കെ ചെയ്യാമെന്ന്. അങ്ങനെ കാര്യമായിട്ടുള്ള പണിയൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തെടുക്കാം. മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചേഞ്ചസ്. ഞാൻ മുന്നേയും വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറേ കാലം ഒരേ സ്ഥലത്ത് തന്നെ ഐറ്റംസൊക്കെ സ്റ്റേ ചെയ്യുന്നത് കാണുമ്പം ബോറടിക്കുന്നു. സോ ഐ ലൈക്ക് ടു മൂവ് തിങ്സ് അറൗണ്ട്. അതെനിക്ക് ചെറിയൊരു തെറാപ്പി പോലെയാണ്. എപ്പോഴും ഡീപ്പ് ക്ലീനിങ്ങും വലിയ ചേഞ്ചസും മാത്രമല്ല, ചില ടൈമിൽ ജസ്റ്റ് സാധനങ്ങളൊന്ന് മൂവ് ചെയ്യുക, കോർണർ ഒന്ന് ചേഞ്ച് ചെയ്യുക, അങ്ങനെ ഓരോ സ്പേസിനും ഒരു ന്യൂ ഫീൽ കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ്. ആദ്യം തന്നെ ഞാൻ ചെറുതായിട്ട് മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെയും ഒക്കെ ജാറൊന്ന് ചേഞ്ച് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സ്പേസും ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ ബനാന വെക്കുന്ന ബാസ്ക്കറ്റിൻ്റെ സ്പേസ് ചേഞ്ച് ചെയ്തു. ആ സ്പേസിലേക്ക് ഞാൻ ഈ കൗണ്ടർ ടോപ്പിലുള്ള കുറച്ച് ഐറ്റംസ് ആ സ്പേസിലേക്ക് വെക്കുകയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പ് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഈ ഓയിൽ ഡിസ്പെൻസറും ഞാൻ മുന്നേ ലുലു ലോട്ടിൽ പോയപ്പം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പം ഞാനത് നല്ലോണം എൻജോയ് ചെയ്യാറുണ്ട്. ഓരോ ടൈനി ചേഞ്ചസും ഹോൾ റൂമിൻ്റെ ലുക്ക് തന്നെ ഡിഫറെൻ്റ് ആക്കുന്ന പോലെ തോന്നും. ഭയങ്കര സിമ്പിളാണ്, ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ മോർ എനർജൈസ്ഡ് ആയ പോലെയും പിന്നെ മോട്ടിവേറ്റഡ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഞാൻ കൂടുതലും കിച്ചണിലും ലിവിങ് റൂമിലൊക്കെയാണ് ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്താറുള്ളത്. എനിക്കൊരു വ്യൂ ഭയങ്കര ഫെമിലിയർ ആയ പോലെ ഫീൽ ചെയ്യുമ്പം ഞാൻ ചേഞ്ച് വരുത്തും. ഇപ്പം അടുത്ത് ബെഡ്റൂമിലും ഞാൻ ഫേർണിച്ചറൊക്കെ ഒന്ന് സ്പേസൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ടൈമൊന്നും എടുക്കില്ല, ബട്ട് കുറച്ചുകൂടെ ഓർഗനൈസ് ആയ പോലെ ഫീൽ ചെയ്യാനും കുറച്ച് കാമാക്കാനും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ബൈ ദ എൻഡ് ജസ്റ്റ് ചെറിയ ചേഞ്ചസ് ആണെങ്കിൽ പോലും റൂം റിന്യൂഡ് ആയ പോലെ തോന്നും. പിന്നെ അതൊക്കെ ചേഞ്ച് ആയിട്ട് കാണുമ്പം നമുക്ക് കാണുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതും ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ കോർണറിലും ഒന്ന് നോക്കും, ഇനിയും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ടോ എന്നുള്ളത്. ഒന്നും പ്ലാൻഡ് ആയിരിക്കില്ല. ആ മൊമെൻറ്റിൽ എന്താണ് റൈറ്റായിട്ട് തോന്നുന്നത് അത് ചെയ്യും. ചിലപ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ അത് പിന്നെയും ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പ്രൊഡക്റ്റീവ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഒരു കൈൻഡ് ഓഫ് റിലാക്സിങ് ആണത്. ഹോം ഒന്ന് അലൈവായിട്ട് കീപ്പ് ചെയ്യാനും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മെല്ലെ പാർക്കിലേക്ക് വിട്ടു. ഇന്ന് നല്ല വെതറായിരുന്നു, ചൂടൊക്കെ കുറഞ്ഞു. ഒരു ലിറ്റിൽ വാക്കിനൊക്കെ പറ്റിയ ടൈം. നമ്മൾ ചെറിയ വാക്കിനൊക്കെ പോയി. മോന് സൈക്ലിംഗ് ഒക്കെ ചെയ്ത് നടന്നു. വേറെ കൂടുതൽ കളിക്കാനൊന്നും വിട്ടില്ല. ഒരു 2 days ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. പാർക്കിൽ പോയിട്ട് അവിടെ പോണ്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാൻ തന്നെ ഒരു രസമാണ്. അവിടെയുള്ള ചുറ്റുള്ള ആൾക്കാരും വെള്ളവും എല്ലാം നോക്കിയിട്ട്. അപ്പം അങ്ങനെയാണ് നമ്മളൊരു ഡേ പോയത്. ചെറിയ ടെൻഷനും പിന്നെ ഉള്ള പീസും അങ്ങനെയൊക്കെ. എവറി ഡേ ലൈഫ് അങ്ങനെ തന്നെയാണ്, കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ആയിട്ട്. ബട്ട് ഇൻ ദ എൻഡ് ഇങ്ങനെ ഓരോ ചെറിയ മൊമെൻറ്റ്സ് മേക്സ് എവറിത്തിങ് വർത്ത് ഇറ്റ്. Thank you so much for watching today's vlog. Don't forget to like, share and subscribe. See you all in the next one.